അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്നാണ് കൊല്ലം സുധി. മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും കൊല്ലം സുധിയുടെ ജീവിതം വീണ്ടും ചർച്ചയാകുന്നു. കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണുസുധി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. വിവാദങ്ങളുടെ നടുവിലാണ് രേണുസുധി ഇന്ന്. രേണുസുധി സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായതിൽ പലർക്കും നീരസമുണ്ട്. കടുത്ത അധിക്ഷേപങ്ങൾ രേണുവിന് നേരിടേണ്ടി വരുന്നു. കൊല്ലം സുധിയുടെ സുഹൃത്തായിരുന്ന നടൻ തങ്കച്ചൻ വിതുര കൊല്ലം സുധിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് തങ്കച്ചൻ വിതുര ഇപ്പോൾ. മൂവി വേൾഡ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. സുധിച്ചേട്ടനുമായി 10-30 വർഷത്തെ ബന്ധമുണ്ടായിരുന്നു. ഇന്നും ഇന്നലെയുമുള്ള ബന്ധമായിരുന്നില്ല. ആർട്ടിസ്റ്റ് എന്നതിലുപരി എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹം. പ്രോഗ്രാം കഴിഞ്ഞ് കാപ്പി കുടിക്കാൻ ഞങ്ങൾ വരുന്നത് ഒരു സ്ഥലത്തായിരിക്കും. നല്ലൊരു കലാകാരനും കൂടപ്പിറപ്പ് പോലെയാണ്. കണ്ടൊരാളും പോയതിൻ്റെ വിഷമം ഉള്ളിൽ തന്നെയാണ്. പഴയ എപ്പിസോഡൊക്കെ കാണുമ്പോൾ വിഷമമാണ്. മരിച്ച വിവരം വെളുപ്പിനെയാണ് അറിഞ്ഞത്. രേണുസുതി അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കട്ടെ എന്നും തങ്കച്ചൻ വിതുര പറഞ്ഞു. ആരും 250 വയസ്സ് വരെയൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സന്തോഷം തരുന്ന മേഖലയിൽ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് തങ്കച്ചൻ വിതുര ചോദിച്ചു. സുധിയുമായി ബന്ധപ്പെട്ട പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നടൻ തയ്യാറായില്ല. നേരത്തെ നടൻ ധർമ്മജൻ ബോൾഗാട്ടിയും കൊല്ലം സുധിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സ്റ്റേജ് ഷോയിൽ ചെയ്തിരുന്ന കാര്യം തൊട്ട് കൊല്ലം സുധിയെ താനാണ് എറണാകുളത്ത് കൊണ്ടുവന്നതെന്ന് അന്ന് ധർമ്മജൻ പറഞ്ഞു. അന്ന് റൂമെടുത്ത് താമസിക്കാനുള്ള പൈസ സുധിക്കില്ല. അപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ വരും. പോകാൻ നേരത്ത് എടോ എനിക്കൊരു 250 വേണമെടോ എന്ന് പറയും. എൻ്റെ കയ്യിലും പൈസയുണ്ടാവില്ല. എങ്കിലും താൻ സഹായിക്കുമായിരുന്നു. എറണാകുളത്ത് സുധിക്ക് പരിചയമുള്ള വീട് എൻ്റേതായിരുന്നു. പിന്നെ റിയാലിറ്റി ഷോയൊക്കെ വന്നപ്പോൾ സുധി എറണാകുളത്ത് നിന്ന് എന്നും ധർമ്മജൻ പറഞ്ഞു. രേണുസുതി വീടുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. വീട് നിർമ്മിച്ചു നൽകിയ KHDCക്കെതിരെ രേണു സംസാരിച്ചു. വീട് ചോർച്ചയുണ്ടെന്ന് മീഡിയയ്ക്ക് മുന്നിൽ രേണു പറഞ്ഞു. KHDCയുടെ ഭാഗമായി ഫിറോസ് പിന്നാലെ രേണു ഇതിനെതിരെ സംസാരിച്ചു. ഇതിനിടെ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പും അമ്പലവരും രേണുവിനെ വിമർശിച്ചു.